ജീവിച്ചിട്ടുണ്ട്. ജുവൈരിയ റളിയല്ലാഹു അൻഹാ സുബ്ഹി നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ തസ്ബീഹിലായി, അല്ലാഹുവിന്റെ തസ്ബീഹുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അവിടത്തെ സുജൂദ് ചെയ്ത ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് നോക്കിയിട്ട് ശല്യപ്പെടുത്താതെ തിരിച്ചുപോയി. എന്നിട്ട് ഉച്ച സമയമായപ്പോ കടന്നു വന്ന് നോക്കുമ്പോ ആയിരുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ നിന്നെ വന്ന് കാണുമ്പോ നീ ഇരിക്കുന്നത് ഇതേ അവസ്ഥയിലാണ്, ഇതേ പൊസിഷനിലാണ്, ഒരു മാറ്റവുമില്ല. നീ ഇവിടെ മാറിയില്ല മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹമസ്ത്രമായി അവിടുത്തെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ ഭാര്യ പറഞ്ഞു, ഇല്ല റസൂലുള്ളാഹ്, ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കല്യാണം വരുമ്പോ, ഒരു പാലുകാച്ച് വരുമ്പോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ അന്നത്തെ ആക്കിയിട്ടുള്ളൊരു ജീവിതമല്ലേ നിങ്ങൾക്കുള്ളതോ? എന്തിനേറെ സ്വന്തം പുത്രിയുടെ കല്യാണത്തിൽ നിന്ന് വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് ഏതെങ്കിലും ഉമ്മമാരും അവിടെ നോക്കാറുണ്ടോ? ഓഡിറ്റോറിയത്തിന്റെ വലിപ്പമാണ്. എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അവിടുത്തെ പള്ളിയുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ആ ഓഡിറ്റോറിയത്തിൽ വരുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കാരത്തിന്റെ സൗകര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. പ്രിയപ്പെട്ട ഇതുപോലെ മഹതിമാര് അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗ്ഗം ലഭിക്കാൻ ജീവിതം സഹിച്ചു. ജീവിതം മുഴുവനും സമർപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ആരാധനകളായി ജീവിതം അവർ മാറ്റിവെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സ്വന്തം ഭാര്യയോട് പറയുകയാണ്, പൊന്നുമോളെ ജുവൈരിയ, എനിക്ക് നിന്നോട് പറയാനൊരു കാര്യമുണ്ട് മോളെ. നീ പ്രഭാതം മുതൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ വേണ്ടി തസ്ബീഹുകൾ ചൊല്ലിയില്ല മോളെ. നീ ഇത്രയും സമയവും തസ്ബീഹ് ചൊല്ലിയതിന്റെ പകരമായി ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം മോളെ. സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹി സിനത അർശിഹി, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. പൊന്നുമോളെ ജുവൈരിയ, നീ ഇതൊരു 3 പ്രാവശ്യം ചൊല്ലിയാൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം നീ തന്നെ ചൊല്ലിയ സമയങ്ങൾക്ക് മുഴുവനോ ഈ 3 ദിക്റുകൾ മതി മോളെ. ഹബീബായ നബിതങ്ങളെ സ്വന്തം ഭാര്യമാരെ വൽക്കരിക്കുന്നു. സ്വന്തം ഭാര്യമാർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ഒപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയ്ക്ക് 3 പവന്റെയും 4 പവന്റെയും നെക്ലസ് ഗൾഫിൽ നിന്ന് കൊണ്ടു കൊടുക്കാൻ വല്ലാതെ പാടുപെടുന്ന ഭർത്താക്കന്മാരുണ്ട്. അവിടെ നിന്റെ ഭാര്യ വീട്ടിൽ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ലെച്ചുള്ള ഐഫോൺ കൊടുത്തയക്കുന്ന ആളുകളുണ്ട്. കമ്പ്യൂട്ടർ വാങ്ങിച്ച് സ്വന്തം ഭാര്യയുമായി ചാറ്റ് ചെയ്യാൻ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ആ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ
മുമ്പിൽ നാളെ ഭാര്യമാരെതിരായി കേടായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ അകപ്പതിച്ചു പോകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുള്ളൂ. അവരെ നിങ്ങളില്ലാത്ത നോക്കി, നിങ്ങളില്ലാത്ത വിടവ് നോക്കി അവിടുന്ന് ചാറ്റ് ചെയ്ത് സല്ലപിച്ച് ഏതെങ്കിലും ഒരന്റെ പുരുഷനുമായി ബന്ധപ്പെട്ട് സ്വന്തം മക്കളെയും അവഗണിച്ച് വീട് വിട്ടിറങ്ങി പോകുന്ന കഥകള് നിങ്ങൾ പത്രമാധ്യമങ്ങളിലോ വായിച്ചിട്ടില്ലേ ഭർത്താക്കന്മാരെ? അതുകൊണ്ട് സ്വന്തം ഭാര്യമാർക്ക് സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. സ്വന്തം ഭാര്യമാരുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ജീവിത വിജയമെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ചെറുപ്പമിട്ടോ ശരീരത്തോടൊട്ട് നടക്കുന്ന വസ്ത്രവുമിട്ട് തെരുവുതിരുകളായി തെരുവേരുകളിലോടെ ദർശനത്തിന് പോകുന്ന മാതിരിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ജീവിത വിജയമല്ല. കാണുന്ന ആളുകളോടെല്ലാം ഈ ഫ്രണ്ടെന്ന പേരിൽ സംസാരിക്കാനുള്ള സ്റ്റാറ്റസ് അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ വിളിച്ച് ചോദിക്കേണ്ടത് പൊന്നുമോളെ, നിന്റെ നിസ്കാരം നടക്കുന്നുണ്ടോ? നീ ഖുർആൻ ഓതുന്നുണ്ടോ? നീ നോമ്പ് നിശ്ചയിക്കുന്നുണ്ടോ? മക്കളെ ധാർമ്മികപരമായി വൽക്കരിക്കുന്നുണ്ടോ? ചോദ്യങ്ങളേറെയും ഭർത്താക്കന്മാരെ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ ചോദിക്കുന്നവരുണ്ടോ? ഇല്ല ഇല്ല. ഭൗതികമായ ആഡംബരങ്ങൾക്ക് വേണ്ടി സകല ചുറ്റുപാടുകളും ഒരുക്കി കൊടുക്കാൻ നിങ്ങളെ രക്തം വിയർപ്പാക്കിയിട്ട് അധ്വാനിക്കുന്ന പണം നിങ്ങൾ അയച്ചു കൊടുക്കാൻ